ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ശ്വേതാ മിസ് ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാം ഒക്കെ കഴിഞ്ഞ് നിങ്ങളുടെ ഓണം വെക്കേഷൻ ഒക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് തിരിച്ച് നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന ഒരു സമയമാണ് അല്ലേ. പോയി കഴിഞ്ഞ് നിങ്ങൾക്ക് എക്സാം പേപ്പേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു എക്സാം ആയിരുന്നു അല്ലേ. കാരണം ഈ എക്സാമിൻ്റെമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു അടുത്ത എക്സാം വരാൻ പോകുന്നത് അല്ലേ. ഏതാണ് ആ ഒരു എക്സാം എന്ന് പറയുന്നത്? യെസ്, നമ്മുടെ LSS എന്ന് പറഞ്ഞ എക്സാം. ഈ ഒരു ഓണം എക്സാമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മക്കളെയൊക്കെ നിങ്ങൾ പല സ്കൂളിൽ നിന്നും സെലക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പം അടിപൊളിയായിട്ട് ഓണം എക്സാമിന് സൂപ്പറായിട്ട് പെർഫോം ചെയ്തവരൊക്കെ നമ്മുടെ LSS എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ക്വാളിഫൈഡ് ആയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ മിസ് എപ്പോഴും പറയുന്ന പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു നമ്മുടെ ഈ ഒരു ഓണം എക്സാം എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ സമയവും ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ, ഓണം എക്സാം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ LSSലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുള്ള എൻ്റെ എല്ലാ മക്കൾക്കും ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. ആദ്യം തന്നെ അത് പറയുകയാണ് മിസ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു LSS പഠിച്ചു തുടങ്ങേണ്ടത്, എവിടെ നിന്നാണ് പഠിച്ചു തുടങ്ങേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ സാധാ പോലെ നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തലേ ദിവസമൊക്കെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ചെയ്യാൻ ഈ ഒരു LSS എക്സാമിന് തീർച്ചയായും സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന സിലബസും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. നമ്മൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സ് എല്ലാ ചാപ്റ്റേഴ്സും സെയിം തന്നെയായിരിക്കും. പക്ഷേ ഈ ഒരു ചാപ്റ്റേഴ്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് കുറച്ചധികം ഡിഫറെൻ്റ് ആയിരിക്കും, അഥവാ ഡിഫിക്കൽട്ട് ആയിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ ഇതാണ് നിങ്ങൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. കാരണം ക്വസ്റ്റ്യൻസിന്റെ ഇന്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആവില്ലെന്ന് മക്കൾ വിചാരിക്കുന്നുണ്ടാകും. പക്ഷേ അങ്ങനെയല്ല. അതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് കുറേ ഈസി ആയിട്ട് ട്രിക്കുകളും ഉണ്ടാവും. നിങ്ങൾക്ക് കുറേ അധികം ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു LSS എക്സാമിന് ഉണ്ടാവുക. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി ആദ്യമേ നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമയത്ത് ഇത് തീർക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൂടെ നമുക്ക് ഈ ഒരു എക്സാമിന് കേട്ടോ. പക്ഷേ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്കും ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. അപ്പോൾ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഈ ഒരു LSSൽ നിന്ന് വരാൻ സാധ്യതയുള്ള, LSSൽ സാധാരണ ചോദിക്കാറുള്ള മാത്സിലെ 2 ക്വസ്റ്റ്യൻസ് മിസ് കാണിച്ചു തരാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് മിസ് ചൂസ് ചെയ്തേ എന്നുള്ള കാര്യവും മിസ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയും ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും കൂട്ടിയതിൽ നിന്ന് ഏത് സംഖ്യ കുറച്ചാലാണ് 10,000 കിട്ടുക? അതായത് ഏറ്റവും സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്, അത് 1000 ആണ്. എവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്? മക്കളെ 4ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? നമ്മൾ ഈ കാര്യം പഠിച്ചിട്ടുണ്ട് അല്ലേ. ഏറ്റവും സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ എന്താണ്, ഏറ്റവും ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മൾ ഓരോ ചാപ്റ്റർ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ ആ ചാപ്റ്ററിൽ നിന്ന് LSSന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതാണ് എന്ന് പഠിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഈ ഒരു എക്സാം തോന്നിയേക്കാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചുകൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം. അപ്പോൾ ഇത് ബാക്കി കൂടെ മിസ് ചെയ്തുതരാം. ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും കൂടെ കൂട്ടിയാൽ, ഓക്കെ, വലിയ 4 അക്ക സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ് അല്ലേ. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 9 ഇവിടെ 9 + 1 10, 10,999. അതായത് 10,999 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? ഏത് സംഖ്യ കുറച്ചാലാണ് 10,000 കിട്ടുക? ഇതിൽ നിന്ന് 10,000 ആവണമെങ്കിൽ, ഈ ഒരു നമ്പർ 10,000 ആവണമെങ്കിൽ നമ്മൾ ഏതൊരു നമ്പറാണ് മൈനസ് ചെയ്യേണ്ടത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 10,999ൽ നിന്ന് 999 കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടേണ്ടത്? നമുക്ക് 10,000 കിട്ടേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ എങ്ങനെയാണെന്ന് അറിയാം. നമ്മൾ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇയർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ്ലി മാറിയിരിക്കുകയാണ്. അപ്പോൾ സിലബസ് തന്നെ ഇപ്പോൾ കുറേ ചാപ്റ്റേഴ്സ് കഴിഞ്ഞ കൊല്ലം ലാസ്റ്റിൽ ഉണ്ടായിരുന്ന ചാപ്റ്റേഴ്സ് ആണ് ഇക്കൊല്ലം നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് പഠിക്കാനുള്ളത്. അങ്ങനെ കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ചാപ്റ്റേഴ്സിന്റെ ഇന്റൻസിറ്റി, ഡിഫിക്കൽട്ടി കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മിസ് പറയുന്നത് ഈ ഒരു വർഷം കേട്ടോ. അപ്പോൾ LSSന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങളെക്കാൾ ഡിഫിക്കൽട്ട് ആയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ LSSന് വരിക. അപ്പം നല്ലപോലെ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ ഈ വർഷത്തെ LSS നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു സത്യം കൂടെ മിസ് പറഞ്ഞു തരാണ് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ബിയോണ്ട് തൗസൻഡ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൽ നിന്ന്
LSSുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞുതരാം, നമ്മൾ ഓരോ ക്ലാസ് എടുക്കുന്നതിന് കൂടെ തന്നെ ഇപ്പോൾ പ്രാണ ബാച്ചിൽ ഉണ്ടായിരുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ. നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് പറയുമ്പോഴും നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യായിരുന്നു, ഇത് LSSൽ നിന്ന് വരാൻ സാധ്യതയുള്ളതാണ്, LSSന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, നോക്കി വെച്ചോളൂ. എന്നിട്ട് നമ്മൾ സ്ലൈഡിൽ LSS എന്ന് കൂടെ എഴുതി വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ മക്കളെ അതുപോലെ നമ്മൾ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്ന ഒരു സാധനമാണ് നമ്മുടെ LSS എക്സാം എന്ന് പറയുന്നത്. അധികം ഡിഫിക്കൽട്ട് ഒന്നുമല്ല. നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ നോക്കാല്ലേ. മംഗലപുരത്ത് നിന്നും 6:25 പുറപ്പെട്ട വന്ദേ ഭാരത് എക്സ്പ്രസ് 15:05 തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു. തീവണ്ടി യാത്രയ്ക്കെടുത്ത സമയം എത്ര? അതായത് 6:25 തീവണ്ടി സ്റ്റാർട്ട് ചെയ്തത്. എത്തിയത് എത്രയാണ്? 15:05. 15:05 എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, യെസ് 3:05 ആണല്ലേ. 3:05 ആണ് നമ്മുടെ 15:05 എന്ന് പറയുന്നത് 3:05 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക, എത്ര നേരമാണ് എടുത്തതെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ 6:25 നിന്ന് ഈ 15 എന്ന് പറയുമ്പോൾ 3:05 അല്ലേ. 3:05 തൊട്ട് മുന്നേ എന്തായിരിക്കും? യെസ് 2 വരും അല്ലേ. സോ 2:25 വരെ എത്ര സമയം എടുക്കും എന്നുള്ള കാര്യം ആദ്യം നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ അടിപൊളിയായിട്ട് അത് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാടാ ചെയ്യുക? നിങ്ങൾ നോക്കിക്കേ, 6:25 കഴിഞ്ഞാൽ 7:25, 8:25, 9:25, 10:25, 11:25, 12:25, 1:25, 2:25. 8 മണിക്കൂറാണ് എടുക്കുക, അഥവാ 8 hours ആണ് എടുക്കുക. ഇനി മിസ് ഒരു കാര്യം ചോദിക്കട്ടെ, 6:25 മുതൽ 3 മണി വരെ അഥവാ 15 വരെ എത്രയായിരിക്കും ആവുന്നുണ്ടാവുക? നേരത്തെ 2:25 വരെ ആയിരുന്നു എടുത്തത്, അത് 15 വരെ 3 മണി വരെ ആണെങ്കിൽ എത്ര മിനിറ്റുകൾ കൂടെ ഉണ്ടാകും? യെസ് നമുക്കറിയാം 8 hours 35 minutes കൂടെ വരും. അപ്പൊ ഇനി ഈസി അല്ലേ? യെസ് 15 മുതൽ 15:05 വരെ എന്തുണ്ട്? 5 മിനിറ്റും കൂടിയാണുള്ളത് അല്ലേ. അപ്പോൾ ടോട്ടൽ ഇസ് ഈക്വൽ ടു 5 minutes ആണ്. അപ്പോൾ ടോട്ടൽ എത്രയാണ് നമ്മുടെ സമയം വരുന്നത്? 8 hours ഈ 35ന്റെ കൂടെ ഒരു 5 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 40 minutes, 8 മണിക്കൂറും 40 മിനിറ്റുമാണ് നമുക്ക് സമയം വരാം. അപ്പൊ എന്തുകൊണ്ടാണ് മിസ് ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിതാ നമ്മുടെ ആപ്പിൽ, നമ്മുടെ പ്രാണ ബാച്ചിന്റെ ആപ്പിൽ നേരമായി അഥവാ ഇറ്റ്സ് ടൈം എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇനിയും ലേറ്റ് ആയിട്ട് നിന്ന് നമ്മുടെ പ്രാണ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റേഴ്സിൽ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന പോർഷൻസ് നിങ്ങൾക്ക് മിസ്സാകുന്നതായിരിക്കും. ലൈവ് ക്ലാസ്സസിലൊക്കെ നമുക്ക് LSSന്റെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതാണ്. ഓരോ ചാപ്റ്റേഴ്സ് എടുക്കുമ്പോഴും നമുക്ക് LSSുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, ഈ ഒരു പ്രാണ ബാച്ച് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ അധികം ഫീച്ചേഴ്സ് ആണ് കാത്തിരിക്കുന്നത്. ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻ, സ്ലൈഡ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അതുപോലെ എക്സാമിനേഷൻ. ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ എക്സാമിനേഷൻ ഉണ്ട്, മോഡൽ എക്സാമിനേഷൻ ഉണ്ട്. ഇത്രയും ഒക്കെ എക്സാമിനേഷൻസ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഒരു ഡിസംബറിൽ എക്സാം എഴുതുന്നുണ്ടാവുക. അപ്പോൾ വൈകിട്ടില്ല, നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രാണ ബാച്ചിലേക്ക് പിന്നെയും ഓപ്പൺ ആണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്യാം. യെസ്, എന്തുകൊണ്ടാണ് LSSും പ്രാണ ബാച്ചും കൂടെ പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും LSSന്റെ ക്ലാസ് തികച്ചും ഫ്രീ ആണ്. അതുകൂടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഈ പ്രാണ ബാച്ചിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ യെസ്, അപ്പൊ അടിപൊളിയായിട്ട് എൻ്റെ മക്കളൊക്കെ പഠിക്കുക. നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് സെറ്റാക്കി നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.